നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് അടിപൊളിയാക്കണം, അതേസമയം ടാക്സും കുറയ്ക്കണം. ഇതിന് രണ്ടിനും കൂടെ ഒരു വഴിയുണ്ടെങ്കിലോ? ഇന്ന് നമ്മൾ ഇന്ത്യയുടെ നാഷണൽ പെൻഷൻ സിസ്റ്റം, അതായത് NPS-നെ കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ പോവാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അല്ലേ? എങ്ങനെ എൻ്റെ ഭാവിക്കായി കുറച്ച് പണം മാറ്റിവെക്കാം, കൂടെ ഇപ്പോൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് കുറച്ചെങ്കിലും ലാഭിക്കാം എന്ന്. സർക്കാരിന്റെ കയ്യിൽ ഇതിനൊരു അടിപൊളി ഉത്തരമുണ്ട്. അതാണ് NPS. അപ്പോ ശരിക്കും എന്താണ് ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS? നമുക്കിതിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു റിട്ടയർമെന്റ് പ്ലാനാണ്. നിങ്ങളുടെ വിരമിക്കൽ ജീവിതത്തിനു വേണ്ടി പണം നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം. അതിന്റെ കൂടെ നല്ല കിടിലൻ ടാക്സ് ബെനിഫിറ്റ്സും. ഈ ഒരു സംഖ്യ കണ്ടോ, 8x. കഴിഞ്ഞ 10 വർഷം കൊണ്ട് NPS-ൽ ആളുകൾ നിക്ഷേപിച്ച പണത്തിലുണ്ടായ വളർച്ചയാണിത്. ഇത് വെറുമൊരു കണക്ക് മാത്രമല്ല കേട്ടോ, ആളുകൾക്ക് ഈ പദ്ധതിയിലുള്ള വിശ്വാസം എത്രത്തോളം കൂടിയെന്നതിന്റെ ഒരു വലിയ തെളിവുകൂടിയാണിത്. ഒരു കാലത്ത് ഇത് സർക്കാർ ജോലിക്കാർക്ക് മാത്രമായിരുന്നു. പക്ഷേ 2009-ൽ ഒരു വലിയ മാറ്റം വന്നു. ഇപ്പോൾ നിങ്ങൾ ശമ്പളക്കാരനാണോ, സ്വന്തമായ ബിസിനസ് ചെയ്യുന്ന ആളാണോ, ഒരു വീട്ടമ്മയാണോ, ആരായാലും കുഴപ്പമില്ല. 18-നും 70-നും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും NPS-ൽ ചേരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ NPS-ൽ ചേരാൻ തീരുമാനിച്ചു എന്ന് വയ്ക്കുക. നിങ്ങളുടെ പണം എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇവിടെയാണ് നിങ്ങൾ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത്. ഒന്നാമത്തെ തീരുമാനം ഏതു തരം അക്കൗണ്ട് വേണമെന്നുള്ളതാണ്. ടയർ 1 ഒരു പൂട്ടിവെച്ച പെട്ടി പോലെയാണ്, നിങ്ങളുടെ റിട്ടയർമെന്റ് കാലത്തേക്കുള്ള പ്രധാന നിക്ഷേപം. ഇതിലാണ് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത്. എന്നാൽ ടയർ 2 നിങ്ങളുടെ പേഴ്സ് പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും പണമെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ അക്കൗണ്ട്. രണ്ടാമത്തെ ചോയ്സ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലാണ്. ഓട്ടോ ചോയ്സ് തിരഞ്ഞെടുത്താൽ എല്ലാം ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് സിസ്റ്റം തന്നെ റിസ്ക് കുറച്ചുകൊണ്ടുവരും. ആക്റ്റീവ് ചോയ്സ് ആണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളാണ്. നിങ്ങളുടെ പണം എവിടെ, എത്രത്തോളം നിക്ഷേപിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഭാഗത്തേക്ക് വരാം, ടാക്സ് ബെനിഫിറ്റ്സ്. NPS-ന്റെ ഏറ്റവും വലിയ ആകർഷണം ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സംഖ്യ മനസ്സിൽ വെച്ചോളൂ, 2 ലക്ഷം രൂപ. നിങ്ങൾ സ്വന്തമായി NPS-ലേക്ക് അടയ്ക്കുന്ന പണത്തിന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പരമാവധി ടാക്സ് ഇളവാണിത്. ഇതെങ്ങനെ 2 ലക്ഷമാവുന്നതെന്നല്ലേ? സെക്ഷൻ 80C പ്രകാരമുള്ള 1.5 ലക്ഷം രൂപയും പിന്നെ NPS-ന് വേണ്ടി മാത്രമുള്ളൊരു 50,000 രൂപയുടെ എക്സ്ട്രാ ഇളവും ചേർന്നാണിത്. കേൾക്കുമ്പോൾ കൊള്ളാം അല്ലേ? പക്ഷെ ഇവിടെ ഒരു പക്ഷേയുണ്ട്. പക്ഷേ ഇതാണ്, ഈ 2 ലക്ഷം രൂപയുടെ ടാക്സ് ഇളവ് കിട്ടണമെങ്കിൽ നിങ്ങൾ പഴയ ടാക്സ് റെജീം, അതായത് ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം. പുതിയ ടാക്സ് റെജീം തിരഞ്ഞെടുത്തവർക്ക് ഈ ഇളവ് കിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, മറക്കരുത്. പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട്. നിങ്ങളുടെ കമ്പനി അഥവാ തൊഴിലുടമ നിങ്ങളുടെ NPS അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ തുകയ്ക്കുള്ള ടാക്സ് ഇളവ് നിങ്ങൾ പുതിയതോ പഴയതോ ഏത് ടാക്സ് റെജീം തിരഞ്ഞെടുത്താലും കിട്ടും. അതൊരു ആശ്വാസമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർഷങ്ങളായി നിക്ഷേപിക്കുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് 60 വയസ്സായി. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പണം എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക? നിയമം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മൊത്തം തുകയുടെ 60% വരെ ഒറ്റയടിക്ക് കയ്യിൽ വാങ്ങാം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ തുകയ്ക്ക് 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട. കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ. ഇനി ബാക്കിയുള്ള 40% അത് നിർബന്ധമായും ഒരു ആനിറ്റി വാങ്ങാൻ ഉപയോഗിക്കണം. ആനിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മാസാമാസം പെൻഷൻ കിട്ടുന്നൊരു ഏർപ്പാടാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ പെൻഷൻ വരുമാനത്തിന് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതി കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം ഇതാണ്. നമ്മുടെ കയ്യിലുള്ള മറ്റ് പോപ്പുലർ ഓപ്ഷനുകളായ EPF, PPF ഒക്കെ വെച്ച് നോക്കുമ്പോൾ NPS എവിടെ നിൽക്കുന്നു? ഈ ടേബിൾ ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ചുകൂടി നല്ല റിട്ടേൺ വേണം, ഫീസും കുറവായിരിക്കണം എന്നാണെങ്കിൽ NPS ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾക്കൊരു റിസ്ക്കും വേണ്ട, ഗവൺമെന്റ് ഗ്യാരണ്ടിയുള്ള, കിട്ടുന്ന പണം മുഴുവൻ ടാക്സ് ഫ്രീ ആയിരിക്കണം എന്നാണെങ്കിൽ അപ്പോൾ PPF അല്ലെങ്കിൽ EPF ആണ് നല്ലത്. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. കണ്ടില്ലേ? അവസാനം ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. ഏറ്റവും ബെസ്റ്റ് എന്നത് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചതാണ്. നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ഡിസൈനർ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ സ്വപ്നത്തിലുള്ള റിട്ടയർമെന്റ് ലൈഫ് കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഇതിൽ ഏത് ടൂൾ തിരഞ്ഞെടുക്കും?